അധികം ആൾക്കാർക്കും കോഫി ഇഷ്ടമാണ്. ഞാനും രാവിലെ കോഫി കുടിക്കാറുണ്ട്. പക്ഷേ ഒരു കപ്പ് കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ അതൊരു സപ്ലിമെൻ്റ് രൂപത്തിലോ ഒരു ടാബ്ലറ്റ് രൂപത്തിലോ ഒരു പൗഡറിൻ്റെ രൂപത്തിലോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാൻ പറ്റുമോ, സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ പറ്റുമോ, എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ മാക്സിമം ഡോസ് എന്തൊക്കെയാണ്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫ്നി. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം കഫീനാണ്. നിങ്ങൾക്ക് കോഫീനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കോഫിയിൽ കഫീൻ മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, കുറച്ച് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്, ഫ്ലേവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്, മറ്റ് പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പോൾ കോഫീൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ഡോസും അതിനെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടതെങ്കിൽ കോഫീൻ്റെ വീഡിയോ തന്നെ കാണണം. ഇന്നത്തെ വീഡിയോ കഫീൻ അടങ്ങിയിരിക്കുന്ന സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഫീൻ അടങ്ങിയിട്ടുള്ള പൊടികളുണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, സപ്ലിമെൻറ്റ്സ് ഉണ്ട്, ബിവറേജസ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, പലതരത്തിലുള്ള പ്രിപ്പറേഷൻസിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്. കഫീൻ്റെ പ്രധാനപ്പെട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ അലേർട്ട്നെസ് കൂടും, കൂടുതൽ സമയം നമുക്ക് ഉണർന്നിരിക്കാം, നമ്മളുടെ ഉന്മേഷം കൂടും, നമ്മളുടെ തളർച്ച, ക്ഷീണം അതൊക്കെ കുറയും, ഉറക്കം തൂങ്ങിയിട്ടുള്ളൊരവസ്ഥ, ഡ്രൗസിനെസ് അത് കുറയ്ക്കാൻ സാധിക്കും. പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണുള്ളത്. നാച്ചുറലി കഫീന് കണ്ടുവരുന്നത് കോഫിയിൽ മാത്രമല്ല, ടീയിലുണ്ട്, ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ സപ്ലിമെൻറ്റ്സിൻ്റെ രൂപത്തിൽ കഫീൻ പോപ്പുലർ ആയിട്ടുള്ളത് പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ് രൂപത്തിലാണ്. അതായത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ കഫീൻ അടങ്ങിയിരിക്കുന്ന സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ എനർജി കൂട്ടാൻ സാധിക്കും, ക്ഷീണം കുറയ്ക്കാൻ സാധിക്കും, കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇത് മാത്രമല്ല, വെയിറ്റ് ലോസിന് പോലും ഹെൽപ്പ് ചെയ്യാൻ കഫീനിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഫീൻ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കഫീൻ്റെ ഉപയോഗം അവിടെയും കഴിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില തരത്തിലുള്ള മരുന്നുകൾ, പ്രത്യേകിച്ചും പെയിൻ കില്ലേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്, ചില തരത്തിലുള്ള കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുണ്ട്. ബ്രീത്തിങ് പ്രോബ്ലം കുറയ്ക്കാനും എളുപ്പത്തിൽ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും കഫീന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ചിലപ്പോൾ ചില സിനിമയിൽ കണ്ടിട്ടുണ്ടാകും. ശ്വാസം മുട്ടലുള്ള കുട്ടിക്ക് ഒരു കപ്പ് കട്ടൻ കാപ്പി കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ശ്വാസം വലിക്കാൻ പറ്റുന്നത്. സാധാരണ രീതിയിൽ കഫീൻ അടങ്ങിയിരിക്കുന്ന സപ്ലിമെൻറ്റ്സ് നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് ചെറുതായിട്ട് കൂട്ടും, ബ്ലഡ് പ്രഷർ ചെറുതായിട്ട് വർദ്ധിപ്പിക്കും, യൂറിൻ ഔട്ട്പുട്ടും അതേപോലെ കുറച്ച് കൂട്ടുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എഫക്ട്സ് ഒക്കെ കഫീൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, 1-2 ആഴ്ച വരെ. അതിനുശേഷം നമ്മളുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. ഇനി കഫീൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ അലേർട്ട് ആക്കുക എന്നുള്ളതാണ്. നമുക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത്, കൃത്യമായിട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്ന അതേപോലത്തെ ഒരു ഫീലിംഗ് ഉള്ള സമയത്ത്, മെൻ്റൽ ഫെറ്റീഗ് ഉള്ള സമയത്ത്, എല്ലാ സമയവും ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന പോലത്തെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മളുടെ വേക്ക്ഫുൾനെസ് കൂട്ടാൻ, നമ്മളുടെ ഉണർവ് കൂട്ടാൻ, ഉന്മേഷം കൂട്ടാൻ ഇതിനൊക്കെ കഫീൻ ഹെൽപ്ഫുള്ളാണ്. ഇത് മാത്രമല്ല, ബ്രെയിനിൽ ഡയറക്റ്റ്ലി ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മെൻ്റൽ ഫങ്ഷനെയും കഫീൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ റീസണിങ് പവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഷാർപ്പാക്കാനും അക്യുറേറ്റ് ആക്കാനും മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാൻ പോലും കഫീന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഇതിനോടൊപ്പം നമ്മളുടെ റിയാക്ഷൻ ടൈം മികച്ചതാക്കാനും നമ്മളുടെ ശ്രദ്ധ കൂടുതൽ സമയം ഒരേ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും കഫീനിന് കഴിവുണ്ട്. ഇത്തരത്തിലുള്ള മെൻ്റൽ ഫങ്ഷനെ ബൂസ്റ്റ് ചെയ്യുന്ന കഴിവൊക്കെ നോർമൽ സിറ്റുവേഷനിലും നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ചില ടാസ്കുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ടാസ്കുകൾ ചെയ്യുന്ന സമയത്തും കഫീന് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. കഫീൻ്റെ കോഗ്നിറ്റീവ് പവർ കൂട്ടാനുള്ള പലതരത്തിലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഫീൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പെയിൻ റിലീഫിന് വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള പെയിൻ കില്ലേഴ്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരസെറ്റമോൾ, ഐബിപ്രൂഫൻ, ഇതിൻ്റെയൊക്കെ കൂടെ കഫീൻ ആഡ് ചെയ്യാറുണ്ട്. മാസം തികയാതെ ജനിക്കുന്ന ചെറിയ കുട്ടികൾക്ക്, പ്രിമച്വർ ബേബീസിന് പോലും അവർക്ക് ശ്വാസം മുട്ടലുണ്ടെങ്കിൽ, ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അവർക്ക് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ പ്രധാന ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് കഫീനാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കഫീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കുന്ന സ്റ്റഡീസ് ഇപ്പോഴും കംപ്ലീറ്റഡ് ആയിട്ടില്ല. കഫീൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രീത്തിങ് എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതലായിട്ടും ഹെൽപ്ഫുള്ളായി വരുന്നത് ആസ്മാറ്റിക് പേഷ്യൻസിനാണ്. അവരുടെ എക്സ്പിറേറ്ററി വോളിയം, ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴുള്ള എയറിൻ്റെ വോളിയം അത് കൂട്ടാനുള്ള കഴിവ് കഫീൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ബ്രോങ്കോ ഡൈലേറ്റർ ഇഫക്റ്റ് ആണുള്ളത്. ബ്രോങ്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന എയർ കയറിപ്പോകുന്ന ചെറിയ കുഴലുകളാണ്. ഇതിനെ വികസിപ്പിക്കാനുള്ള കഴിവ് കഫീനുണ്ട്. ഇതിൻ്റെ പരമാവധി ആക്ഷൻ നിൽക്കുന്നത് 4 മണിക്കൂർ വരെയൊക്കെയാണ്. പക്ഷേ ആസ്മ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ കോഫി കുടിച്ചിട്ടോ കഫീൻ സപ്ലിമെൻറ്റ്സോ കഴിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫോൾസ് നെഗറ്റീവ് റിസൾട്ട്സ് നമുക്ക് കിട്ടാം. കഫീൻ്റെ അടുത്ത ബെനിഫിറ്റാണ് അധികം ആൾക്കാർക്കും ഇപ്പോൾ കഫീനിൽ ഇൻട്രസ്റ്റ് കൂട്ടുന്നത്. ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്യാൻ, അതായത് കത്തിക്കാനുള്ള കഴിവ്. അത് നമ്മുടെ ബോഡി റെസ്റ്റ് ചെയ്യുന്ന സമയത്തും എക്സസൈസ് ചെയ്യുന്ന സമയത്തും ഒരേപോലെ കഫീൻ ആ കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഫാറ്റിനെ കൂടുതൽ ഓക്സിഡൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജി എക്സ്പെൻഡിച്ചർ, നമ്മൾ ചിലവാക്കുന്ന എനർജീൻ്റെ അളവും കഫീന് കൂട്ടാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനും കഫീന് കഴിവുണ്ട്. കഫീന് വെയിറ്റ് കുറയ്ക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കുന്ന സ്റ്റഡീസിലെല്ലാം കഫീൻ മാത്രമായിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. കഫീൻ്റെ കൂടെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്,
എഫിഡ്രിൻ പോലത്തെ മറ്റ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ചില സ്റ്റഡീസിൽ പറയുന്നത് കഫീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ബോഡി വെയ്റ്റും ബോഡി ഫാറ്റും BMIയും കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒരു ദിവസം 400 കിലോ കാലറീസ് വരെ കൂടുതൽ എനർജി ചിലവാക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. സ്പോർട്സിലും കഫീൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സപ്ലിമെൻറ്റ്സിൻ്റെ രൂപത്തിലാണ്. എയറോബിക് പെർഫോമൻസും എനേറോബിക് പെർഫോമൻസും വർദ്ധിപ്പിക്കാനുള്ള കഴിവ് കഫീൻ സപ്ലിമെൻറ്റ്സിനുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ജിമ്മിൽ പോകുന്ന സമയത്തോ സ്പോർട്സിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ കഫീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ സ്പ്രിൻറ്റിംഗ് സ്പീഡ് കൂട്ടാൻ പറ്റും, മസിൽ പെർഫോമൻസ് കൂട്ടാൻ പറ്റും, മസിലിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ പറ്റും, എൻഡ്യൂറൻസ് ലെവൽ കൂട്ടാൻ സാധിക്കും, എക്സേർഷൻ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. അതായത് കൂടുതൽ കഷ്ടപ്പാടില്ലാതെ തന്നെ എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത്, അത് സ്പോർട്സ് ആവാം, എക്സസൈസ് ആവാം, അത് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. മസിൽ സ്ട്രെങ്ത്തും എജിലിറ്റിയും വർദ്ധിപ്പിക്കാൻ കഫീൻ സപ്ലിമെൻറ്റ്സിന് കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പെയോ സ്പോർട്സ് ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പെയോ ഇല്ലെങ്കിൽ ആ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. മസിലും പെർഫോമൻസും മാത്രമല്ല, നേരത്തെ പറഞ്ഞ കോഗ്നീറ്റീവ് അതായത് മെൻ്റൽ എബിലിറ്റിയും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സ്പോർട്സ് ഇവൻറ്റ്സിലൊക്കെ റിയാക്ഷൻ ടൈം കുറയുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. കോൺസെൻട്രേഷൻ എബിലിറ്റി കൂടുന്നതിനനുസരിച്ചും ഫോക്കസ് ചെയ്യാനുള്ള കഴിവൊക്കെ കഫീൻ സപ്ലിമെൻറ്റ്സിന് കൂട്ടാൻ സാധിക്കും. അങ്ങനെ ഇൻഡയറക്റ്റ്ലിയും കഫീനിന് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ കഫീൻ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോസിനെ കുറിച്ച് പറയാം. എഡൽട്സിന് മുതിർന്നവരുടെ ഡോസ് എന്ന് പറയുന്നത് 3 മുതൽ 6 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് ആണ്. അതൊരു ദിവസത്തേക്കാണ്. 70 കിലോ ഉള്ള ഒരാൾക്ക് 200 മുതൽ 400 മില്ലിഗ്രാം വരെ ഒരു ദിവസം എടുക്കാം. 200 മില്ലിഗ്രാം ആയിരിക്കണം സ്റ്റാർട്ടിംഗ് ഡോസ് എന്ന് പറയുന്നത്. 3 മില്ലിഗ്രാം പെർ കിലോഗ്രാം ഡോസിൽ എക്സസൈസ് തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പേ കഴിക്കുകയാണെങ്കിൽ കഫീൻ്റെ മാക്സിമം ബെനിഫിറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. സൈഡ് എഫക്ട്സും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പ്രഗ്നൻ്റ് അല്ലാത്ത അഡൽട്സിന് ഒരു ദിവസം 400 മില്ലിഗ്രാം വരെ മാക്സിമം കഴിക്കാമെന്നാണ് പറയുന്നത്. പ്രഗ്നൻ്റ് ലേഡീസിനും ലാക്ടേറ്റിംഗ് മദേഴ്സിനും മാക്സിമം ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന കഫീൻ്റെ അളവ് എന്ന് പറയുന്നത് 200 mg ആണ്. ഒരു സിംഗിൾ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു നേരം കഴിക്കുന്ന മാക്സിമം ഡോസാണ്. അത് 200 മില്ലിഗ്രാമിന് മുകളിലേക്ക് പോകാതെ നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി കുട്ടികളുടെയും അഡോളസെൻറ്റ് പോപ്പുലേഷൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നടത്തിയിട്ടുള്ള കഫീൻ്റെ സേഫ്റ്റി സ്റ്റഡീസ് കുറവാണ്. കഴിയുന്നതും കഫീൻ സപ്ലിമെൻറ്റ്സ് കുട്ടികളും അഡോളസെൻറ്റ് ഗ്രൂപ്പും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഡോസിൻ്റെ കാര്യം പറയുമ്പം മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി കഴിക്കുന്ന മറ്റു തരത്തിലുള്ള സപ്ലിമെൻറ്റ്സിൽ ചിലപ്പോൾ കഫീൻ അടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് പ്രോട്ടീൻ പൗഡർ ആവാം, ചിലപ്പോൾ മറ്റു പ്രീ വർക്കൗട്ട്സ് ആവാം, ചിലപ്പോൾ നിങ്ങൾ കുടിക്കുന്ന എനർജി ഡ്രിങ്ക് ആവാം. അതിലടങ്ങിയിരിക്കുന്ന കഫീനും ഇതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ കഫീനും കഴിക്കുകയാണെങ്കിൽ കഫീൻ ടോക്സിസിറ്റി ഉണ്ടാക്കാം. അതും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന എല്ലാ സപ്ലിമെൻറ്റ്സിലും കഫീൻ എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ ലേബിൾ വായിച്ചു നോക്കണം. ഇനി കഫീൻ സപ്ലിമെൻറ്റ്സിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ റെക്കമെൻഡ് ഡോസിലാണ് കഴിക്കുന്നതെങ്കിൽ അധികം ആൾക്കാർക്കും സൈഡ് എഫക്ട്സ് അനുഭവപ്പെടാറില്ല. പക്ഷേ നിങ്ങൾ ഓൾറെഡി കഴിക്കുന്ന കോഫീൻ്റെ കാര്യവും മറ്റ് എനർജി ഡ്രിങ്ക്സിൻ്റെ കാര്യം മറ്റു തരത്തിലുള്ള സപ്ലിമെൻറ്റ്സിലും കഫീൻ ഉണ്ടോ എന്നും കൂടി നോക്കണം. ടോട്ടൽ ഡോസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ടെമ്പററി ആയി കുറച്ച് സമയത്തേക്ക് മാത്രം നിൽക്കുന്ന സൈഡ് എഫക്ട്സ് പറയുന്നത് ഹാർട്ട് റേറ്റ് കൂടുന്നതും പാൽപിറ്റേഷൻ ഉണ്ടാക്കുന്നത്, അതായത് നെഞ്ചെടുപ്പ് കൂടുതലായിട്ട് അറിയുന്നത്, ബ്ലഡ് പ്രഷർ കൂട്ടുന്നത്, തലവേദന ഉണ്ടാക്കുന്നത്, യൂറിൻ ഔട്ട്പുട്ട് ചെറുതായിട്ട് കൂട്ടാം, നെർവസ്നെസ് ഉണ്ടാവാം, എല്ലാ സമയത്തും ഒരു ഉൾഭയം ഉള്ളതുപോലത്തെ ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാവാം, ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട് ഉണ്ടാവാം. എക്സസൈസ് ചെയ്യുന്ന സമയത്തും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും കഫീൻ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് സാധാരണത്തേലും കുറച്ച് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ, അതായത് ഹാർട്ട് റേറ്റ് കൂടുന്നത്, ബ്ലഡ് പ്രഷർ കൂടുന്നത്, ഇതൊക്കെ കഫീൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം കഫീനിന് ടോളറൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതായത് നമ്മൾ ആദ്യം എത്ര ഡോസിലാണോ കഴിച്ചു തുടങ്ങിയത്, കുറേ കാലം കഴിയുന്ന സമയത്ത് ആ സ്റ്റാർട്ടിംഗ് ഡോസ് മതിയാവില്ല, ചിലപ്പം കൂടുതൽ ഡോസ് വേണ്ടി വരും അതേ എഫക്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഡോസ് കൂട്ടാതെ ഒരേ ഡോസിൽ തന്നെ കഫീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ആദ്യം പറഞ്ഞ സൈഡ് എഫക്ട്സ് ഒക്കെ പിന്നീട് മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതായിരിക്കും. കഫീൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വിഡ്രോവൽ സിംറ്റംസ് ആണ്. പെട്ടെന്ന് കഫീൻ സപ്ലിമെൻറ്റ്സ് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ സ്മോക്കിംഗ് നിർത്തുന്ന സമയത്ത്, മദ്യപാനം നിർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന അതേപോലത്തെ വിഡ്രോവൽ സിംറ്റംസ് കഫീനും ഉണ്ടാവാം. സിവിയർ ആയിട്ടുള്ള തലവേദന ഉണ്ടാവാം, ഇറിറ്റബിലിറ്റി ഉണ്ടാവാം, ഡ്രൗസിനെസ് ഉണ്ടാവാം, ഉറക്കം തൂങ്ങിയതുപോലെ ഉണ്ടാവാം, തലക്കടി കിട്ടിയതുപോലെ ഉണ്ടാവാം. കഫീൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാം, ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ കോഫി നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ 10 മണിക്കൂർ മുമ്പേ കുടിക്കണം. നിങ്ങൾ രാത്രി 10 മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ലാസ്റ്റ് കപ്പ് കോഫി കുടിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണീൻ്റെ മുമ്പേ ആയിരിക്കണം. കഫീൻ അടങ്ങിയിരിക്കുന്ന സപ്ലിമെൻറ്റ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ 13 മണിക്കൂർ മുമ്പേ കഴിക്കണം എന്നാണ് പറയുന്നത്. അതായത് വീണ്ടും നിങ്ങൾ രാത്രി 10 മണിക്കാണ് സാധാരണ ഉറങ്ങുന്നതെങ്കിൽ നിങ്ങൾ കഫീൻ അടങ്ങിയിരിക്കുന്ന സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടത് രാവിലെ 9 മണീൻ്റെ മുമ്പെയാണ്.
കഫീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പം ഓവർ ഡോസ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഫീൻ്റെ ടോക്സിസിറ്റി പല കേസസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കേസസിൽ കഫീൻ ടോക്സിസിറ്റി കാരണം മരണം സംഭവിച്ചതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഉറക്കത്തിനൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കഫീൻ അടങ്ങിയിരിക്കുന്ന പ്രീ വർക്കൗട്ട്സ് നിങ്ങൾ വൈകിട്ടാണ് ജിമ്മിൽ പോകുന്നതെങ്കിൽ വൈകിട്ട് കഴിക്കാതിരിക്കുക, രാവിലെ തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തൊരു പ്രധാനപ്പെട്ടുള്ള സംശയം അധികം ആൾക്കാർക്ക് ഉണ്ടാകുന്നത്, ഒരു കപ്പ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ കഫീൻ സപ്ലിമെൻറ്റ്സ് വർക്ക് ചെയ്യുന്ന പോലെ എനർജി ബൂസ്റ്റ് ചെയ്യാനും എക്സസൈസ് പെർഫോമൻസ് കൂട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് കോഫിയിൽ കഫീൻ മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും ഫ്ലേവനോയിഡ്സും പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവും. 50 മില്ലിഗ്രാം മുതൽ ചിലപ്പോൾ 200 മില്ലിഗ്രാം വരെ ഒരൊറ്റ കപ്പ് കോഫിയിൽ തന്നെ ഉണ്ടാവാം. അത് നിങ്ങൾ ഏത് തരത്തിലുള്ള കോഫി ബീൻസാണ് ഉപയോഗിക്കുന്നത്, അവരെങ്ങനെയാണ് ആ കോഫി ബീൻ റോസ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് ആ കോഫി പൗഡർ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഒരു കപ്പ് കോഫിയിലുള്ള കഫീൻ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടും കഫീൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി എക്സസൈസ് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ 2-3 കപ്പ് കോഫി കുടിക്കുന്നതിനേക്കാളും 200 മില്ലിഗ്രാം ആണെങ്കിൽ അത് കൃത്യമായിട്ടും അടങ്ങിയിരിക്കുന്ന സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനായിരിക്കും നല്ലത്. കഫീൻ കാരണം പലതരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കഫീൻ ടോക്സിസിറ്റീൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കഫീൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസസ് ഉണ്ടെങ്കിൽ, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങളും ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം കഫീൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഡോക്ടേഴ്സുമായി എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ നടത്താൻ ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല. ഡോഫുഡി ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡോഫുഡി ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പാണ്. ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. നിങ്ങൾക്ക് ഇനി കഫീനെ കുറിച്ച് കൂടുതൽ എന്താണ് അറിയേണ്ടത്, നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അശ്വഗന്ധ, ബീറ്റാ അലനിൻ, ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ്, ഇതിനൊക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കണ്ടാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.